Watch full episodes on Jio Hotstar. മാസ്റ്റർ, അങ്ങ് എന്നെ അങ്ങയുടെ ശിഷ്യനാക്കി എന്നോട് വലിയൊരു ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. അതിന് എനിക്ക് അങ്ങയോട് നന്ദി പറയുവാൻ എന്റെ കയ്യിൽ വാക്കുകളില്ല. മോട്ടു പറയുന്നത് ശരിയാണ് മാസ്റ്റർ. താങ്കൾ മോട്ടുവിന് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളുടെ നാടിന് അഭിമാനമാണ്. എങ്കിൽ ശരി, ടൈഗർ ചാനിനെ നേരിടാൻ തയ്യാറായിക്കോളൂ. ഒരു മിനിറ്റ് മാസ്റ്റർ. എന്തായി കാണിക്കുന്നത്? ഒന്നുമില്ല. കഴിഞ്ഞു. ഞാൻ ഈ ചെയ്യുന്ന ഈ അഭ്യാസം കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആവും. മോട്ടു, നിന്റെ ട്രെയിനിങ് അവസാനിച്ചിരിക്കുന്നു. നിനക്ക് വിശ്വസിക്കാം. വന്നിട്ട് അല്പനേരം വിശ്രമിക്കുക. ടിം നാളെ നിന്നെ ടൈഗർ ചാന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അങ്ങ് വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. എനിക്ക് എന്റെ സ്കൂൾ വിട്ടിട്ട് എവിടേക്കും വരാനാകില്ല. നിങ്ങൾ യുദ്ധം ചെയ്യേ. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ടൈഗർ ചാകയോട് എത്ര തവണ പറഞ്ഞതാണെന്നോ, പക്ഷെ അയാൾ കേട്ടില്ലല്ലോ. ഇന്ന് ടൈഗർ ചാക മിക്കവാറും അത് ഗാലക്സി കാണും. അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. കോച്ച് സിംബ, എന്തു പറ്റി? എവിടെ പോയി ആ ഫുർഫുരയിൽ നിന്ന് വന്നവൻ? ഇത്രയും സമയമായിട്ടും അവരിവിടെ എത്തിയിട്ടില്ല. ടിങ് ബാങ്, അവൻ ഇനി വരില്ലെന്നാ തോന്നുന്നത്. അവനറിയാം ടൈഗറിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം. പക്ഷെ ടൈഗർ ചാനിനോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നത് അസംഭവ്യമാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറക്കുന്നു. എന്ത് രസമാണ്. മാസ്റ്റർ ടിങ് ബാങ്, ഇതാണ് മോട്ടുവും പത്രും അവരുടെ സുഹൃത്തുക്കളും. പിന്നെ മോട്ടു, ഇതാണ് ഈ നാട്ടിലെ രാജാവ് മാസ്റ്റർ ടിങ് ബാങ്. ഞങ്ങൾ വൈകി എത്തിയതിന് ക്ഷമിക്കണം. ഡോക്ടർ ജഡ്ക, നിങ്ങൾ നിങ്ങളുടെ പണികൾ തുടങ്ങിക്കോ. എന്താണിത്? ഡിങ് ബാങ്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇത് ക്യാമറയും പിന്നെ ഡിഷ് ആന്റിനയുമാ. ഞങ്ങളുടെ ആഗ്രഹം ഫുർഫുരി നഗരത്തിലുള്ളവർ മുഴുവനും മോട്ടുവിന്റെ ഫൈറ്റ് കാണണമെന്നാ. അവൻ ടൈഗർ ചാങ്ങിനെ തോൽപ്പിക്കുന്നത് ഫുർഫുരി നഗരത്തിലുള്ളവരെല്ലാം കാണണം. അതുകൊണ്ടാ ഡയറക്റ്റ് ആൻഡ് ലൈവ് ടെലികാസ്റ്റ് വെച്ചിരിക്കുന്നത്, എല്ലാവർക്കും കാണാൻ. മോട്ടു 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 ആ ജനങ്ങൾ ഇന്ന് ഒരിക്കൽ കൂടെ മോട്ടു എന്റെ കയ്യിൽ നിന്നും ഇടിമേടിക്കുന്നത് കാണാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫുർഫുരി നഗറിൽ നിന്നും മോട്ടു വന്നിട്ടുണ്ട്. വന്നിരിക്കുന്നത് ടൈഗർ ചാനിനെ ചാലഞ്ച് ചെയ്യാനാണ്. നമുക്ക് അവനെ സ്വാഗതം ചെയ്യാം. തോൽവി ഇപ്പൊ തന്നെ സമ്മതിച്ചു പോയിക്കോ.
അറിയുന്നതിൽ സന്തോഷമുണ്ട്. നീ മാസ്റ്റർ ഹിം നരേഷിന്റെ കയ്യിൽ നിന്നും എന്തൊക്കെയോ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. പക്ഷേ മോട്ടു, ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ ഫൈറ്റ് ആയിരിക്കും. അവസാനത്തെ ഫൈറ്റ്. എടോ, നിന്ന് വാചകം അടിക്കാതെ വന്ന് ഫൈറ്റ് ചെയ്യാൻ നോക്കണോ? നമുക്ക് കാണാലോ ഇത് എന്റെ അവസാനത്തെ ഫൈറ്റ് ആണോ അതോ നിന്റെ ഒന്ന്. വരൂ. ടൈഗർ ചാങ്, ചിരിക്കുന്നത് നിർത്തിയിട്ട് ഫൈറ്റ് ചെയ്യൂ. ടൈഗർ ചാങ്, ഫൈറ്റ് ഫൈറ്റ്. പൊളിക്കടുത്തല്ലോ. ഇയാളെങ്ങനെ ഫൈറ്റ് ചെയ്യാ? ആളുടെ എല്ലൊക്കെ മുറിഞ്ഞ് കിടക്കല്ലേ. മോട്ടു, തീ വരുന്നുണ്ട്. മാർഷൽ ആർട്സിന്റെ ഫൈറ്റിൽ സൂപ്പർ പവേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഇതുവരെ എന്നെ ആരും തന്നെ തോൽപ്പിച്ചിട്ടില്ല. തോൽവി എന്നത് എന്റെ നിഘണ്ടുവിൽ തന്നെ ഇല്ല. ഫോക്കസ് ആൻഡ് ഫെയിം, ഈ രണ്ട് കാര്യങ്ങളും ഓർമ്മ വയ്ക്കണം. ഏത് കാര്യത്തിലും നല്ല ഫോക്കസ് ഉണ്ടായിരിക്കണം. പിന്നെ തങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാകണം. നല്ല ഫെയ്ത്ത് ഉണ്ടാകണം. എങ്കിൽ നിനക്കെല്ലാം ചെയ്യാൻ കഴിയും. മോട്ടു, നിനക്കത് സാധിച്ചിരിക്കുന്നു. നീ ഇന്നും പഠിച്ചിരിക്കുന്നു. അവിശ്വസനീയം. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇവൻ എങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചെടുത്തത്? എന്റെ അമ്മോ, ഞങ്ങളുടെ മോട്ടൂനെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും.
ഫൈറ്റിലെ വിന്നറാണ് ഫുർഫുറി നഗരത്തിലെ മോട്ടു. ഇവിടെ നിന്ന് നിനക്ക് ആരെയും പരാജയപ്പെടുത്തിയിട്ട് പോകാൻ കഴിയില്ല. ഇന്ന് ഇവിടെ നിന്ന് ഒരുത്തനും രക്ഷപ്പെടാൻ പാടില്ല. അവരെ ചുറ്റി വളയൂ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു, ഭാരതമാതാവാണ് സത്യം. സ്റ്റോപ്പ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടോ, നീ നിന്റെ ഫൈറ്റ് ചെയ്യ്. ഞാൻ ചിങ്കം സാറിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാം. ചിങ്കം സാറേ, ഫയറിംഗ് തുടങ്ങിക്കോ. ഫയർ. ഒരടി അടിക്കുന്ന പ്ലീസ്, ഒരേ ഒരടി, ഒരൊറ്റയടി. സൂര്യന് ഭയങ്കര ചൂടല്ലേ, ചന്ദ്രന് ഭയങ്കര തണുപ്പല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോസേ? പക്ഷേ നിങ്ങൾ കേട്ടില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. മതിയാക്ക് മോട്ടു. ലോകം പറയുന്നില്ലെങ്കിലും ഞാൻ പറയും, ടൈഗർ ചാങ്ങിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം. പക്ഷെ മോട്ടുവിന്റെ കൂടെ യുദ്ധം ചെയ്ത് ജയിക്കുന്നത് അസംഭവ്യമാണ്. മോട്ടു, നീ ആ സൂര്യനെ ഒന്ന് നോക്കിയാലും അത് ഇരുട്ടായി മാറും. ഞങ്ങൾക്ക് മാപ്പ് തരൂ. ഇനി ഒരിക്കൽ കൂടെ ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളോട് ക്ഷമിക്ക്. ഞങ്ങൾക്ക് മാപ്പ് തരൂ. ശരി, മാപ്പ് തരാം. പക്ഷെ അതിനു മുമ്പ് മാസ്റ്റർ ഹിം നരേഷിന്റെ പവിത്രമായ മാർഷൽ ആർട്സിന്റെ ഗ്രന്ഥം എടുത്തുകൊണ്ടുവരൂ. ഇപ്പൊ കൊണ്ടുവരാം. ഇനിയെങ്ങാനും നിങ്ങൾ മാസ്റ്റർ ഹിം നരേഷിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അന്ന് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരും. മനസ്സിലായോ? മനസ്സിലായി. മാസ്റ്റർ, ഇതാ അങ്ങയുടെ പവിത്രമായ മാർഷൽ ആർട്സിന്റെ ഗ്രന്ഥം. അതിനർത്ഥം നീ ജയിച്ചാണ് വന്നിരിക്കുന്നതെന്ന്. അഭിനന്ദനങ്ങൾ. അതിനിപ്പോ എന്താ ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുന്നത്? കോൺഗ്രാറ്റുലേറ്റൻ. ഓ, അത് കോൺക്രീറ്റുലേറ്റൻ അല്ല, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങയുടെ ട്രെയിനിങ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സാധിക്കില്ലായിരുന്നു. ഇത് നിന്റെ ദൃഢനിശ്ചയം ഒന്നുകൊണ്ട് മാത്രമാണ് സാധ്യമായത്. ഇത് ജനങ്ങൾക്കൊരു പാഠമാകട്ടെ. മനുഷ്യൻ ഒരു പ്രാവശ്യം ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ അവൻ എല്ലാം സാധ്യമാകുമെന്ന്, അവൻ എന്ത് വേണമെങ്കിലും നേടിയെടുക്കാനാകുമെന്ന്. ടൈഗർ ചാങ്ങിനെ ജയിക്കുക എന്നത് അസംഭവ്യമല്ല, സംഭവ്യം തന്നെയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.